കായംകുളത്ത് ടിപ്പർ സ്കൂട്ടറിലിടിച്ച് യുവതി മരിച്ചു. ഒപ്പം യാത്ര ചെയ്തിരുന്ന സഹോദരി രക്ഷപ്പെട്ടു. മുതുകുളം സ്വദേശി അനിലിനെയാണ് മരിച്ചത്. കായംകുളം കാർത്തികപ്പള്ളി റോഡിൽ ONK ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. സഹോദരിമാർ സഞ്ചരിച്ച സ്കൂട്ടറിൽ പുറകിലൂടെ വന്ന ടിപ്പർ ഇടിച്ചാണ് അപകടമുണ്ടായത്. ടിപ്പർ സ്കൂട്ടറിൽ ഇടിക്കുകയും അനില ടിപ്പറിന്റെ ടയറിനിടയിൽ പെടുകയുമായിരുന്നു. മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. സർക്കസ് തമ്പുകൾ വീണ്ടും ഉണരുന്നു. കോവിഡ് പ്രതിസന്ധിയിൽ ജീവിതം കൈവിട്ടുപോയവരാണിവർ. കായംകുളത്ത് ജംബോ സർക്കസിലെ കലാകാരന്മാരാണ് അഭ്യാസ പ്രകടനങ്ങളുമായി വീണ്ടും കാണികളെ വിസ്മയിപ്പിച്ചു തുടങ്ങിയത്. 2 വർഷമായി സർക്കസ് കൂടാരങ്ങൾ അടഞ്ഞിട്ട്. കോവിഡും ലോക്ക്ഡൌണുമെല്ലാം ഇവരുടെ ജീവിതവും സ്വപ്നങ്ങളും തകിടം മറിച്ചു. സർക്കാർ നൽകിയ ഭക്ഷ്യക്കിറ്റ് മാത്രമായിരുന്നു ആശ്വാസം. വരുമാനവും പണിയുമില്ലാതെ നാടുകളിലേക്ക് പോകാൻ കഴിയാത്തവർ ഗത്യന്തരമില്ലാതെ ഇവിടെ തന്നെ തുടരുകയായിരുന്നു. തങ്ങളെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന വീടുകളുടെ അവസ്ഥ ദയനീയമായത് പലരെയും കൂലിപ്പണിക്കിറങ്ങാൻ പ്രേരിപ്പിച്ചു. പ്രദർശനം വീണ്ടും സജീവമാകുന്നതോടെ ഇവരെല്ലാം വീണ്ടും പരിശീലനത്തിനായി കൂടാരത്തിലേക്ക് മടങ്ങുകയായിരുന്നു. 2 വർഷത്തോളം നഗരത്തിൽ ഒറ്റപ്പെട്ടുപോയ ഇവർ വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങുകയാണ്. കായംകുളം ഗോകുലം ഗ്രൗണ്ടിലാണ് ആദ്യ പ്രദർശനം നടന്നത്. ഇത്ര നാളത്തെ വരുമാന നഷ്ടം പരിഹരിക്കപ്പെടുമെന്ന ആത്മവിശ്വാസത്തോടെയാണ് കാണികളെ ഇവർ രസിപ്പിക്കുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ് നമുക്ക് എന്തെങ്കിലും ലോണോ സബ്സിഡിയോ ഗ്രാൻഡോ എന്തെങ്കിലും തരണോ? പക്ഷേ പല ലോൺസും എടുത്തിട്ട് നമ്മളിപ്പോൾ തുടങ്ങും. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് ഭയങ്കരമാണ്. ഇതിലിപ്പോൾ ആളെ സർക്കസേ കുറഞ്ഞ് കേരളത്തിൽ 10-20 സർക്കസ് ഉണ്ടായതിൽ ഇപ്പോൾ 4 സർക്കസേ ബാക്കിയുള്ളൂ. ഈ 4 സർക്കസും കൂടി ഇതേമാതിരി സപ്പോർട്ടില്ല, ഗവൺമെൻറ് സപ്പോർട്ടില്ലെങ്കിൽ നാളെ മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. നാടുകളിലേക്ക് മടങ്ങിയ കലാകാരന്മാരും തിരികെ വന്നു തുടങ്ങി. നേപ്പാൾ, ആസാം, ബംഗാൾ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് മടങ്ങിയെത്തിയത്. സർക്കസിൽ ആകർഷക കാഴ്ചയൊരുക്കിയിരുന്ന ആഫ്രിക്കക്കാർക്ക് വിമാന വിലക്കുള്ളതിനാൽ ഉടനെ മടങ്ങിയെത്താനാവില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുവാനുള്ള ശ്രമത്തിലാണ് അണിയറ പ്രവർത്തകർ. ന്യൂസ് 18 കായംകുളം. തിരുവനന്തപുരം കണിയാപുരത്ത് യുവാക്കൾക്ക് നേരെ മദ്യപ സംഘത്തിന്റെ ആക്രമണം. ഒരാൾക്ക് തലയ്ക്ക് പരിക്കേറ്റു. 3 വീടുകൾക്ക് നേരെയും ആക്രമണമുണ്ടായി. കണിയാപുരം പായ്ച്ചിറയിലാണ് ആക്രമണങ്ങൾ നടന്നത്. പ്രദേശവാസികളായ ജെനി, പ്രണവ്, വിഷ്ണു എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. പായ്ച്ചിറ സ്വദേശികളായ വിഷ്ണു, ശബരി, നിതിൻ, അജീഷ്, അനസ് എന്നിവരാണ് ആക്രമണം നടത്തിയത് എന്നാണ് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. ഇതിൽ അനസിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മംഗലപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. തിരുവനന്തപുരം പൂവച്ചലിൽ ബൈക്കിലെത്തിയ സംഘം ഡ്രൈവറെ ആക്രമിച്ചതായി പരാതി. പൂവച്ചൽ പാറമുകൾ സ്വദേശി സുഭാഷിനെയാണ് 2 അംഗ സംഘം ആക്രമിച്ചത്. ആക്രമിക്കാൻ എത്തിയവരുടെ കയ്യിൽ വടിവാൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളും ഉണ്ടായിരുന്നതായി സുഭാഷ് പറയുന്നു. ആളുമാറി ആക്രമിച്ചതായാണ് സംശയം. കാട്ടാക്കട പോലീസ് കേസെടുത്തു. യോഗാസന മത്സരത്തിൽ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ പങ്കെടുക്കാനൊരുങ്ങി കാസർഗോഡ് സ്വദേശിനി അഭിജ്ഞ ഹരീഷ്. അമേരിക്കയിലെ ഗോൾഡൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡും ഈ താരത്തിന് നേടാനായിട്ടുണ്ട്. ഹരിയാനയിൽ അടുത്ത വർഷം മെയ്യിൽ നടക്കുന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് യോഗാസന മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ചാണ് 11-കാരി അഭിജ്ഞ മത്സരിക്കുന്നത്. ഒഡീഷയിലെ ഭുവനേശ്വർ ബിജു പട്നായിക് സ്റ്റേഡിയത്തിൽ നടത്തിയ ചാമ്പ്യൻഷിപ്പിലാണ് ഗെയിംസിലേക്കുള്ള താരങ്ങളെ തിരഞ്ഞെടുത്തത്. സബ് ജൂനിയർ വിഭാഗത്തിൽ ഗെയിംസിലേക്ക് 5 പേരെയാണ് തിരഞ്ഞെടുത്തത്. കേരളത്തിൽ നിന്നുള്ള ഏക താരവും അഭിജ്ഞയാണ്. 3 മിനിറ്റിൽ 53 യോഗാസനം അവതരിപ്പിച്ച് അമേരിക്കയിലെ ഗോൾഡൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡും അഭിജ്ഞ സ്വന്തമാക്കിയിട്ടുണ്ട്. ആദ്യം സ്റ്റേറ്റ് ലെവലായിരുന്നു, പിന്നെ നാഷണൽ, പിന്നെ ഒഡീഷയിലായിരുന്നു നാഷണൽ. ഇപ്പോൾ 5 പേരായിരുന്നു അന്നുണ്ടായത്. ഞങ്ങൾ ഗ്രൂപ്പായിരുന്നു ചെയ്തത്. അതിൽ ഒരാൾക്കാണ് കിട്ടിയത്, അത് എനിക്കാണ്. കഴിഞ്ഞ വർഷം നോബൽ വേൾഡ് റെക്കോർഡും ഈ കായിക താരം നേടി. 120 സെക്കൻഡ് സമയം വൃശ്ചികാസനം ചെയ്തതിനാണ് ഈ പുരസ്കാരം എത്തിയത്. പോണ്ടിച്ചേരിയിലും കർണാടകയിലും നടന്ന ദേശീയ തലത്തിലുള്ള മത്സരത്തിൽ ഗോൾഡ് മെഡലും ലഭിച്ചു. 4 വയസ്സ് മുതൽ യോഗ പഠിക്കുന്ന അഭിജ്ഞയുടെ പരിശീലക മാതാവ് തേജകുമാരിയാണ്. ഞാൻ വേറെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഇവൾ തന്നെ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവൾക്കൊരു ഇത് കഴിവുണ്ടെന്ന് എനിക്കറിഞ്ഞു. അപ്പോൾ ഇവളെ ഞാൻ 4 വയസ്സ് മുതൽ തന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. കാസർഗോഡ് ദ്വാരകാ നഗർ ശ്രീലക്ഷ്മി വെങ്കടേശ സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അഭിജ്ഞ.
ഭരതനാട്യവും യോഗയും കൂടി ചേർന്ന നാഗനൃത്തം 500ഓളം വേദികളിൽ അവതരിപ്പിച്ചും കഴിവ് തെളിയിച്ചിട്ടുണ്ട്. കറന്തക്കാട് സ്വദേശി ഹരീഷിന്റെയും തേജകുമാരിയുടെയും ഏക മകളാണ് അഭിജ്ഞ. ന്യൂസ് 18 കാസർഗോഡ്. ബേപ്പൂർ ടൂറിസം ഫെസ്റ്റിന് തുടക്കമായി. മലബാറിലെ ടൂറിസം മേഖലയ്ക്ക് ഉണർവേകുകയാണ് ലക്ഷ്യം. രാജ്യത്തെ ഏറ്റവും വലിയ വാട്ടർ തീം ഫെസ്റ്റിവലിനാണ് ബേപ്പൂരിൽ തുടക്കമായത്. ജല ടൂറിസം മേഖല പരിപോഷിപ്പിക്കുക, സാഹസിക വിനോദസഞ്ചാരികളെ ആകർഷിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ഫെസ്റ്റ്. സംസ്ഥാന ടൂറിസം വകുപ്പാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. നടൻ മമ്മൂട്ടി ഓൺലൈനായാണ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തത്. ഫെസ്റ്റിന്റെ ഭാഗമായി കോഴിക്കോട് ബീച്ചിൽ സൈക്കിൾ റൈഡ് സംഘടിപ്പിച്ചു. കയാക്കിംഗ് ഉൾപ്പെടെ ആവേശകരമായ മത്സരങ്ങളാണ് ഫെസ്റ്റിവലിന്റെ ഭാഗമായുള്ളത്. തദ്ദേശവാസികൾക്ക് ചൂണ്ടയിടൽ, വലവീശൽ, നാടൻ തോണികളുടെ തുഴച്ചിൽ മത്സരങ്ങളും ട്രഷർ ഹണ്ട് എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. സമാപന ദിവസം ബേപ്പൂർ പ്രദേശത്തെ മത്സ്യബന്ധന ബോട്ടുകളുടെ പരേഡുമുണ്ടാകും. നാവികസേനയുടെ ഹെലികോപ്റ്റർ ടീം നടത്തുന്ന സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷന്റെ പ്രദർശനവും നാവിക കപ്പലുകളുടെ ദീപാലങ്കാരവും നടത്തി. കോസ്റ്റ് ഗാർഡ് കപ്പലുകൾ സന്ദർശിക്കുന്നതിന് പൊതുജനങ്ങൾക്ക് അവസരമൊരുക്കിയിട്ടുണ്ട്. കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് വീണ്ടും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നത്. നല്ലൊരു പരിപാടിയായിട്ടാണ്. ഇനിയും എല്ലാ വർഷവും ഈ ഒരു പരിപാടി ഉണ്ടാവുകയാണെന്ന് വെച്ചാൽ ഇതിനേക്കാളും നല്ലൊരു മാറ്റം ഉണ്ടാവും. എന്ന് വെച്ചാൽ ആദ്യമായിട്ടുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു പ്രയാസങ്ങളും ഇപ്പം ഞങ്ങൾ കണ്ട്. എന്നാലും അടുത്ത വർഷം കൂടി ഇതേ രീതിയിൽ വരികയാണെങ്കിൽ ഒന്നും കൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് നടത്താനും കഴിയും. നല്ലൊരു പരിപാടിയായിട്ടാണ് അറിയാനുള്ളത്. സർഗാലയ, ഉറവ്, കിർത്താഡ്സ് തുടങ്ങിയവർ ഉൾക്കൊള്ളുന്ന ഫ്ലീ മാർക്കറ്റാണ് ഫെസ്റ്റിവലിന്റെ മറ്റൊരു ശ്രദ്ധാകേന്ദ്രം. കോസ്റ്റ് ഗാർഡ്, ഫിഷറീസ്, മാരിടൈം ബോർഡ്, ടൂറിസം തുടങ്ങിയവയുടെ പ്രത്യേക പവലിയനും ഫെസ്റ്റിവലിന്റെ ഭാഗമായുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. കൊടുങ്ങല്ലൂർ കയ്പമംഗലത്തെ നെല്ലിപ്പറമ്പിൽ വീട്ടിലെ സാവിത്രി അമ്മയ്ക്ക് 4 പെൺമക്കളാണ്. 4 പേരും പക്ക പ്രൊഫഷണലുകളാണെങ്കിലും ജോലിക്കൊപ്പം വിവിധ കലകളിൽ പ്രാവീണ്യം തെളിയിക്കുകയാണ് ഇവർ. സംഗീതത്തിൽ സാവിത്രി അമ്മയോടൊപ്പം പാടുകയാണ് 4 സംഘം. ചില നേരങ്ങളിൽ ചിത്രരചനയും കരകൗശല നിർമ്മാണവുമൊക്കെയായി വീടിന് അലങ്കാരം തീർക്കുകയാണ്. കലാവാസനകളെ കണ്ടെത്തി കൂടുതൽ ഇവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ഞാനാണ് തയ്യാറായത്. അങ്ങനെ ഇവർക്ക് ജന്മസിദ്ധമായ കുറേ കഴിവുകളാണ്. പഠിച്ചിട്ടൊന്നുമല്ല. ശാസ്ത്രീയ സംഗീതമൊക്കെ എല്ലാവരും പഠിച്ചു. അങ്ങനെ കാര്യമായിട്ടൊന്നും മുന്നോട്ട് പോയില്ല. ഇളയ മോള് കൂടുതലായിട്ട് പഠിച്ചു. 4ൽ 3 പേരും വിവിധ സ്കൂളുകളിലെ പ്രധാന അധ്യാപികമാരാണ്. 4ാമത്തെയാൾ തിരൂരിൽ അഭിഭാഷകയായി പ്രാക്ടീസ് ചെയ്തു വരുന്നു. ഞാൻ തിരൂരിലാണ് താമസിക്കുന്നത്. മലപ്പുറത്ത് അഡ്വക്കേറ്റാണ്. അതിനോടൊപ്പം എൻ്റെ പ്രൊഫഷൻ്റെ ഒപ്പം തന്നെ ഞാനൊരു കോമ്പയറിങ് രംഗത്തുണ്ട്, അവതരണം രംഗത്തുണ്ട്. അതുപോലെ ചെറിയൊരു ഡാൻസ്, എളിയ രീതിയിലൊരു ഡാൻസ് സ്കൂള് ഞാനും എൻ്റെ സുഹൃത്ത് പ്രസന്ന എന്ന് പറഞ്ഞ ഡാൻസ് ടീച്ചറും കൂടെ തിരൂരിൽ നടത്തുന്നുണ്ട്. ഓണവും ക്രിസ്മസും വിഷുവുമൊക്കെ ആഘോഷിക്കാനാണ് 4 പേരും തറവാട്ടിലേക്ക് എത്തുക. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പാട്ടും തിരുവാതിര കളിയുമൊക്കെയായി ആകെ ബഹളമയമാകും. അധ്യാപികയായ ജ്യോതി ഇതിനകം 8 ടെലിഫിലിമുകളിലും 2 സിനിമകളിലും അഭിനയിച്ചു. എൻ്റെ സ്കൂളിലെ കുട്ടികളും ഞാനൊക്കെ കൂടി ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അത് വലിയൊരു ത്രില്ലായി. അതിനുശേഷം ഒരു 5-8 ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ശനി ഞായർ ദിവസങ്ങൾ, അവധി ദിവസങ്ങളൊക്കെ നോക്കിയിട്ട്. പാട്ടും കളികളുമായി ഒഴിവുകാലമാകുമ്പോൾ 4 പേരും ഒത്തുകൂടും. പിന്നെ ജോലിസ്ഥലത്തേക്ക് ചേക്കേറും. അടുത്ത ഒഴിവുകാലം നോക്കി സാവിത്രിയമ്മ കാത്തിരിക്കും. ഇങ്ങനെയാണ് ഈ കുടുംബത്തിൻ്റെ ജീവിതചര്യ. ന്യൂസ് 18 കൊടുങ്ങല്ലൂർ.
ഇപ്പോൾ കിട്ടിയ വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് നൈറ്റ് കർഫ്യൂ ഏർപ്പെടുത്തി. 30 മുതൽ ജനുവരി 2 വരെയാണ് നൈറ്റ് കർഫ്യൂ. രാത്രി 10 മുതൽ രാവിലെ 5 വരെയാണ് നിയന്ത്രണം. പുതുവത്സരാഘോഷങ്ങൾ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സർക്കാർ നടപടി. തിരുവനന്തപുരത്തു നിന്നും കൂടുതൽ വിവരങ്ങളുമായി വി അരുൺ ചേരുന്നുണ്ട്. വി അരുൺ, പുതുവത്സരവും ഒപ്പം തന്നെ ഒമിക്രോൺ സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരം ഒരു നിയന്ത്രണം. മറ്റെന്തൊക്കെ നിയന്ത്രണങ്ങൾ ഉണ്ടാവാനാണ് സാധ്യത? ഒമിക്രോൺ പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്തിന് ഒരു നിയന്ത്രണം. പ്രത്യേകിച്ചും പുതുവത്സര സമയമാണ്, വലിയ ആഘോഷങ്ങൾ, വലിയ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. അതുകൊണ്ടാണ് 30 മുതൽ ഈ മാസം 30 മുതൽ 2-ാം തീയതി വരെ ന്യൂ ഇയർ ആഘോഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തും. 10 മുതൽ രാവിലെ 5 മണി വരെ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. നേരത്തേക്കുള്ള നൈറ്റ് കർഫ്യൂ തുല്യമായ നിയന്ത്രണം ഉണ്ടാകും. ന്യൂ ഇയർ ദിവസങ്ങളിലും സമാനമായ നിയന്ത്രണമാണ്. വാഹന പരിശോധന രാത്രികാലങ്ങളിൽ കർശനമാക്കും. ഇതിനു പുറമെയാണ് പകൽ സമയങ്ങളിലും കൂടുതൽ പരിശോധന ഉണ്ടാകും. പകൽ സമയങ്ങളിലും അനാവശ്യ ആൾക്കൂട്ടം അനുവദിക്കില്ല. ആ രീതിയിലുള്ള ശക്തമായ പരിശോധനയ്ക്കാണ് തീരുമാനം. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കോവിഡ് ഉന്നതതല അവലോകന യോഗത്തിന്റേതാണ് തീരുമാനം. അല്പസമയം മുമ്പാണ് യോഗം അവസാനിച്ചത്. നൈറ്റ് കർഫ്യൂ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് നൈറ്റ് കർഫ്യൂ വരികയാണ്. ചെറിയൊരു കാലഘട്ടത്തേക്കാണെങ്കിൽ പോലും 30, 31, 1, 2 ന്യൂ ഇയർ ആഘോഷങ്ങൾ നിയന്ത്രിക്കുക എന്നതിന്റെ ഭാഗമായി കൂടിയാണ് ഇത്തരമൊരു നിയന്ത്രണം വരുന്നെങ്കിലും സംസ്ഥാനം വീണ്ടും ഒരു രാത്രികാല കർഫ്യൂവിലേക്ക് 4 ദിവസത്തേക്കെങ്കിലും പോവുകയാണ്. വലിയ ആൾക്കൂട്ടം എല്ലായിടവും ഉണ്ടാകുമെന്ന് സർക്കാർ കണക്ക് കൂട്ടുന്നു. അത് നിയന്ത്രിക്കുകയാണ് ഈ തീരുമാനത്തിന്റെ ലക്ഷ്യം. ഒമിക്രോൺ സംസ്ഥാനത്തും വളരെ വേഗത്തിൽ പടരുകയാണ്. അത് നിയന്ത്രിക്കാനുള്ള ശക്തമായ നടപടികൾ വേണമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരും അത്തരം മുന്നറിയിപ്പുകൾ നിർദ്ദേശങ്ങളും സംസ്ഥാനത്ത് നൽകിയിട്ടുണ്ട്. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരമൊരു നിയന്ത്രണത്തിലേക്ക് സംസ്ഥാനം പോകുന്നത്. ആദ്യഘട്ടം എന്ന നിലയിൽ ന്യൂ ഇയർ ആഘോഷങ്ങളുടെ നിയന്ത്രണമാണ്. 30 മുതൽ 2-ാം തീയതി വരെ 30-ാം തീയതി മുതൽ 2-ാം തീയതി വരെ രാത്രികാല കർഫ്യൂ ആണ്. 10 മണിക്ക് ശേഷം ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ പുറത്തിറങ്ങാൻ കഴിയൂ. രാത്രി 10 മുതൽ രാവിലെ 5 മണി വരെയാണ് നിയന്ത്രണം. അതായത് ഈ സംസ്ഥാനത്ത് പല ഹോട്ടലുകളും ഒപ്പം പല ഏജൻസികളും ഒക്കെ സജ്ജീകരിച്ചിരിക്കുന്ന ന്യൂ ഇയർ ആഘോഷങ്ങൾ ഇതൊക്കെ 10 മണിക്കുള്ളിൽ അവസാനിപ്പിക്കണം. 10 മണിക്ക് ശേഷം ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല എന്ന രീതിയിൽ മുമ്പുണ്ടായിരുന്ന കോവിഡ് സമയത്ത് ഉണ്ടായിരുന്ന പോലത്തെ തന്നെ കർശനമായ ഒരു നിയന്ത്രണം വീണ്ടും വരികയാണ് സംസ്ഥാനത്ത് ഒട്ടാകെ എന്നാണ് അല്ലെ? അപ്പോൾ 10 മണിക്കുള്ളിൽ അതിനുശേഷം ഉണ്ടാവുന്ന പോലീസ് നടപടികൾ ശക്തമാക്കുമെന്നാണ്. തീർച്ചയായും 10 മണിക്ക് ശേഷം ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. ന്യൂ ഇയർ ആഘോഷങ്ങൾ വീടുകൾക്കുള്ളിൽ 10 മണിക്ക് ശേഷമുള്ള ആഘോഷങ്ങൾ വീടുകൾക്കുള്ളിൽ ചുരുക്കേണ്ടി വരും. അല്ലെങ്കിൽ ആൾക്കൂട്ടമില്ലാതെ 1-2 പേർ മാത്രം കൂടിച്ചേരാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ ചുരുക്കേണ്ടി വരും. സ്വകാര്യ ഇടങ്ങളിലേക്ക് മാറ്റേണ്ടി വരും. നമ്മൾ എല്ലാ ന്യൂ ഇയറിനും കാണുന്ന പോലെ പുതുവത്സര രാത്രിയുള്ള ആഘോഷങ്ങൾ ബീച്ചുകൾ, ഹോട്ടലുകളിലൊക്കെയുള്ള ആൾക്കൂട്ടം നിറഞ്ഞ ഒരു ആഘോഷം ഇത്തവണ നടത്താൻ കഴിയില്ല. അത് സംസ്ഥാന സർക്കാർ തടയുകയാണ്. അത് ഒമിക്രോണിന്റെ പശ്ചാത്തലത്തിലാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് സർക്കാർ പോകുന്നത്. രാത്രികാലങ്ങളിൽ മാത്രമല്ല പകൽ സമയത്തും അനാവശ്യ ആൾക്കൂട്ടങ്ങൾ നിയന്ത്രിക്കാനാണ് ഉന്നതതല യോഗത്തിന്റെ നിർദ്ദേശം. അതനുസരിച്ചുള്ള പരിശോധനകൾ ഉണ്ടാകും. രാത്രികളിൽ വാഹന പരിശോധന കർശനമാക്കും. അത് 30 മുതൽ 2 വരെ ഒരുപക്ഷെ വേണ്ടിവന്ന അതിന് മുന്നോട്ടുള്ള കാര്യങ്ങൾ അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി വ്യക്തമായ വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വാർത്താക്കുറിപ്പായി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് 30 മുതൽ 2 വരെയാണ് ഇത്തരത്തിലുള്ള കടുത്ത നിയന്ത്രണം, രാത്രികാല കർഫ്യൂ. അതിനുശേഷം തുടരുമെന്ന കാര്യത്തിലൊക്കെ തീരുമാനം പിന്നീടുണ്ടാകും. ഇത് രാത്രി മാത്രമല്ല പകൽ സമയങ്ങളിലും ശക്തമായ പരിശോധനകൾക്ക്, കർശനമായ പരിശോധനകൾക്ക് തന്നെയാണ് നിർദ്ദേശം. വാഹന പരിശോധന, പോലീസിന്റെ നൈറ്റ് പട്രോളിംഗ് എല്ലായിടവും ശക്തമാക്കാനും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കോവിഡ് അവലോകന യോഗത്തിൽ, ഉന്നതതല കോവിഡ് അവലോകന യോഗത്തിൽ തീരുമാനമായിരിക്കുന്നു. അതെ, സംസ്ഥാനത്ത് ഒമിക്രോൺ കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പുതുവത്സരാഘോഷങ്ങൾക്കും നിയന്ത്രണം കൊണ്ടുവരുന്നു. 30 മുതൽ ജനുവരി 2 വരെ രാത്രി 10 മുതൽ രാവിലെ 5 വരെ നൈറ്റ് കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. വിവരങ്ങളാണ് വി അരുൺ നൽകിയത്. ഒരിടവേളയ്ക്ക് ശേഷം മടങ്ങിവരാം. ഇടുക്കിയുടെ സുവർണ ജൂബിലി വർഷത്തിൽ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് പ്രഥമ പരിഗണന നൽകേണ്ടത് എന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി. ഇടുക്കിയെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനായുള്ള പ്രഖ്യാപനങ്ങൾ പ്രഹസനമാകാതിരിക്കാൻ ജാഗ്രത വേണം. മുല്ലപ്പെരിയാർ വിഷയത്തിലും പരിഹാരമുണ്ടാവണമെന്നും ഹൈറേഞ്ച് സംരക്ഷണ സമിതി ജനറൽ കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ പറഞ്ഞു. സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ പ്രവർത്തന കാലഘട്ടമാണെന്നും ഇംപ്ലിമെന്റേഷന്റെ കാലഘട്ടമാണെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്വാഗതാർഹമാണ്. പക്ഷേ ഈ പ്രഖ്യാപനം
വെറും ഒരു പ്രഖ്യാപനം മാത്രമായി പ്രഹസനമായി അധപ്പതിക്കാതിരിക്കാൻ അധികാരികൾ ശ്രദ്ധിക്കണം. ലക്ഷക്കണക്കിന് ആളുകളാണ് ഇടുക്കിയുടെ പെരിയാറിന്റെ തീരത്ത് ഭയത്തോടുകൂടി ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ ജീവിക്കുന്നത്. ഈ വിഷയത്തിനും ഈ സുവർണ ജൂബിലി വർഷത്തിൽ ശാശ്വത പരിഹാരം ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. യാത്രാമാർഗങ്ങൾ അന്യമായിരുന്ന വടകരയിലെ മലയോര മേഖലയ്ക്കായി ഒരു ബസ് തന്നെ വാങ്ങിയ ആളാണ് ഉഷസ് ഗോപാലൻ. ഇന്ന് ബസ് വ്യവസായം കനത്ത തിരിച്ചടി നേരിടുമ്പോൾ ഉഷസ് ഗോപാലനും പിൻവാങ്ങുകയാണ്. ഫ്ലോർ മില്ലും കൃഷിയും ഒക്കെയാണ് ഇപ്പോഴത്തെ ഉപജീവന മാർഗം. മലയോര മേഖലയിലെ ജനങ്ങളുടെ യാത്രാക്ലേശം മനസ്സിലാക്കിയാണ് ഉഷസ് ഗോപാലൻ ആദ്യമായി ബസ് വാങ്ങുന്നത്. ഒരു ബസ് പിന്നീട് 6 ഗ്രാമവാസികൾക്ക് നഗരങ്ങളിലെത്താനും കാർഷികോൽപ്പന്നങ്ങൾ എത്തിക്കാനുമുള്ള മാർഗമായി ഗോപാലന്റെ ഉഷസ് ബസ്സുകൾ മാറി. സ്വകാര്യ ബസ് മേഖലയിൽ പ്രതിസന്ധികൾ വന്നതോടെ ഗോപാലൻ മറ്റു മേഖലകളിലേക്ക് ചുവടുമാറ്റി. ഇപ്പോൾ കൃഷിയും പശുവളർത്തലും ഫ്ലോർ മില്ലും ഒക്കെയാണ് ഇദ്ദേഹത്തിന്റെ ഉപജീവന മാർഗം. നമ്മുടെ സർക്കാർ എപ്പം പറയും തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഗൾഫിൽ നിന്നൊക്കെ വ്യവസായികളെ വിളിച്ചുകൂടെ കൊണ്ടുവരും, പിന്നെ അങ്ങനെ കൊണ്ടുവരും. എറണാകുളത്ത് വേണമെങ്കിൽ ഒരു 2 ഏക്കർ സ്ഥലം വേണമെങ്കിൽ ഞാനൊരു 50 ആൾക്ക് തൊഴിൽ കൊടുക്കാൻ 2 ഏക്കർ സ്ഥലം തരും, എവിടെ വേണമെങ്കിലും അങ്ങനത്തെ സാധനം ലോൺ തരും, ഇതൊക്കെ ചെയ്യും. പക്ഷെ ഇത്രയും ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന പിന്നെ ഒരു മേഖല ഗവൺമെൻറ് തിരിഞ്ഞു നോക്കുന്നില്ല. സർക്കാരിന്റെ സഹായമില്ലെങ്കിൽ അനേകായിരങ്ങളുടെ തൊഴിലും നാട്ടുകാരുടെ യാത്രാ സൗകര്യവും ഇല്ലാതായി പോകുമെന്നാണ് ഉഷസ് ഗോപാലന് പറയാനുള്ളത്. ന്യൂസ് 18 വടകര. നാട്ടിലെ ഉത്സവത്തിന് നാസിക് ഡോൾ കൊട്ടാൻ പ്ലാസ്റ്റിക് ബോട്ടിലുകൊണ്ട് പരിശീലനം നടത്തിയ കുട്ടികളെ ന്യൂസ് 18 മുൻപ് പരിചയപ്പെടുത്തിയിരുന്നു. ആ മിടുക്കന്മാർ നാടിനെ ആകെ ആവേശത്തിലാക്കി കഴിഞ്ഞ ദിവസം നാസിക് ഡോൾ കൊട്ടി താരങ്ങളായിരിക്കുകയാണ്. ഇലക്ട്രിക് പോസ്റ്റിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് ഈ കുട്ടികൾ താളം പിടിച്ചു പഠിച്ചത് നാടായ എടത്തനാട്ടുകര കൊടിയംകുന്ന് കരിമനപ്പൻകാവ് താലപ്പൊലി ഉത്സവത്തിന് നാസിക് ഡോൾ കൊട്ടണമെന്ന ആഗ്രഹം കൊണ്ട് മാത്രമായിരുന്നു. ഒരു പരിശീലനവും കിട്ടാത്ത കുട്ടികൾ അസലായി താളം പിടിക്കുന്നത് കണ്ടതോടെ നാട്ടുകാർ ഒന്നിച്ചു നാസിക് ഡോൾ സംഘടിപ്പിച്ചു നൽകി. കഴിഞ്ഞ ദിവസം ഈ മിടുക്കർ നാടിനെ ആകെ ആവേശത്തിലാക്കി നാട്ടിലെ ഉത്സവത്തിന് നാസിക് ഡോൾ കൊട്ടി. ആലുംകുന്ന് മുതൽ കരിമനപ്പൻകാവ് വരെ 2 കിലോമീറ്റർ ദൂരമാണ് ഇവർ നാസിക് ഡോൾ കൊട്ടിയത്. ഈ ദൂരമത്രയും നാട്ടുകാരും താളം പിടിച്ച് ഒപ്പം കൂടി. ആഗ്രഹം സഫലമായതിന്റെ മാത്രമല്ല, അതൊരു കുട്ടിക്കളിയായി കാണാതെ നാട്ടുകാർ ഒപ്പം നിന്നതിന്റെ സന്തോഷത്തിലാണ് കുട്ടികൾ. ഞങ്ങൾക്ക് നാസിക് ഡോൾ കൊട്ടണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുപ്പികളും കൊണ്ടൊക്കെ കൊട്ടി പഠിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് എന്നിട്ട് നാട്ടുകാരൊക്കെ ഞങ്ങൾക്ക് നാസിക് ഡോൾ മേടിച്ചു തന്നു. അപ്പോൾ കണ്ണേറിന് ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ ഞങ്ങൾക്ക് ഇത് പഠിപ്പിച്ചു തന്നു. കുട്ടികൾ നാടിന്റെ അഭിമാനമാണെന്നും ഇനിയും അവസരം നൽകുമെന്നും നാട്ടുകാർ പറഞ്ഞു. ഒരു മേള പൊലിമയാണ് ഈ ഉത്സവത്തിൽ ഈ പ്രദേശത്തിൻ്റെ ഹൈലൈറ്റ്. എനിക്ക് തോന്നുന്നത് ഈ പ്രദേശത്തെ ഉത്സവങ്ങളിൽ ഏറ്റവും വലിയ ജനപങ്കാളിത്തം കുടുംബസമേതം ഒന്നടങ്കം ആർത്തിരമ്പി വരാൻ ഇതിലൂടെ സാധ്യമായി. കുട്ടികളുടെ കഥയറിഞ്ഞ് കൊട്ടിന്റെ അരങ്ങേറ്റം കാണാൻ സമീപ പ്രദേശങ്ങളിൽ നിന്നടക്കം നിരവധി ആളുകൾ എത്തിയിരുന്നു. എന്തെങ്കിലും നേടിയെടുക്കണമെന്ന് പൂർണ്ണ മനസ്സോടെ ആഗ്രഹിച്ചാൽ അത് സഫലമാക്കാനായി ലോകം മുഴുവനും എത്തുമെന്ന വിശ്വസാഹിത്യകാരൻ പൗലോ കൊയ്ലോയുടെ വരികൾ ശരിയാണെന്ന് ഇനി എടത്തനാട്ടുകരയിലെ പിള്ളേർ പറയും. ന്യൂസ് 18 പാലക്കാട്. 85-ാം വയസ്സിലും പാതയോരങ്ങളിൽ പൂന്തോട്ടമൊരുക്കുകയാണ് കോതമംഗലം നെല്ലിമറ്റം സ്വദേശി ചാക്കോച്ചൻ. വീടിന് മുന്നിലെ റോഡിന് ഇരുവശവുമാണ് 200 മീറ്റർ ദൂരത്തിൽ പൂന്തോട്ടം. നെല്ലിമറ്റം വാളാച്ചിറ തെക്കുംകാനം വീട്ടിൽ ചാക്കോച്ചേട്ടൻ റോഡിനിരുവശവും മനോഹരമായ ഉദ്യാനങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ്. പൂക്കളെയും പൂന്തോട്ടങ്ങളെയും ഇഷ്ടപ്പെടുന്ന ചാക്കോച്ചന് ആകെയുള്ള 5 സെന്റ് സ്ഥലത്ത് പൂന്തോട്ടമൊരുക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് വീടിന്റെ മുന്നിലെ റോഡിനിരുവശത്തും ചെടികൾ നട്ടു തുടങ്ങിയത്. ഒരിക്കൽ പള്ളിയിൽ നിന്നും കൊണ്ടുവന്ന ക്രോസ്മസ് പൂച്ചെടിയുടെ വിത്തുകൾ പാകിയാണ് പൂന്തോട്ടമൊരുക്കൽ തുടങ്ങിയത്. എനിക്ക് പൂക്കളെ വളരെ ഇഷ്ടമാണ്. എനിക്ക് കൂടുതൽ സ്ഥലമില്ല, ഒരു 5 സെന്റ് സ്ഥലം മാത്രമേ എനിക്കുള്ളൂ. ആയതുകൊണ്ട്
പൂ നടാനുള്ള സൗകര്യമില്ലാഞ്ഞതുകൊണ്ട് ഞാൻ റോഡ് സൈഡിൽ കൂടെ ഈ പൂ നട്ട് അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇതിൻ്റെ പണിയെടുക്കുന്ന കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. റോഡിനിരുവശത്തുമുള്ള സ്ഥലത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ഏകദേശം 200 മീറ്ററോളം ദൂരത്താണ് പൂന്തോട്ടം ഒരുക്കിയത്. നെല്ലിമറ്റത്തെ ഈ പൂക്കാലം ആസ്വദിക്കാതെ വഴിയാത്രക്കാർ ആരും ഇതുവഴി കടന്നുപോകില്ല. ന്യൂസ് 18 കോതമംഗലം. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.